ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്പുമാവാണ്. റവേൻ്റെ ഉപ്പുമാവാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയാണ്. ഇത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. നമ്മൾ കുക്കർ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലോണം പൊട്ടി വരുന്നുണ്ട്. പൊട്ടി വന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ചെറിയുള്ളി ആഡ് ചെയ്യാൻ പോവുകയാണ്. നേരത്തെ മുറിച്ച് വെച്ച ചെറിയുള്ളി നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്യുക. തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണം. ഇത് ചെറുതായി വാടി വരുമ്പോഴേക്ക് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്, കാരണം ഇതിൽ വെള്ളം ഒഴിക്കും നമ്മൾ. അതുകൊണ്ട് കല്ലുപ്പ് ഇട്ടാൽ ഇത് വേഗം അലിയും. പിന്നെ ഇതിലേക്ക് നമുക്ക് നേരത്തെ മുറിച്ച് വെച്ച ക്യാരറ്റും പച്ചമുളകും കൂടി ആഡ് ചെയ്യാം. പച്ചമുളകും കറിവേപ്പിലാണ്. നന്നായിട്ട് ഒന്ന് വാഴും, ചെറുങ്ങനെ ഒന്ന് വാഴ്ത്തുക. ഇത് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇതിലേക്ക് നേരത്തെ റവ ഇടാൻ പോവുകയാണ്. നമുക്ക് ആവശ്യമുള്ള എത്ര റവ ഇടുക. എന്നിട്ട് ഇത് വീണ്ടും നല്ലോണം മിക്സ് ചെയ്യുക. ഓക്കെ, നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. ഞാനിവിടെ ചൂടാക്കി വെച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. അപ്പം ഏത് വെള്ളം ഒഴിക്കാം. നമ്മൾ ഇട്ട റവേനം കാട്ടി 2 ഇരട്ടി വെള്ളം നമ്മൾ ഒഴിക്കണം. അപ്പൊ നമ്മൾ 1 ഗ്ലാസ് റവയാണിട്ടെങ്കിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. അങ്ങനെ ഇത് വെള്ളം ഒഴിക്കുക. ഇത് നമ്മളിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ആ ഉപ്പ് നമ്മൾ ചെക്ക് ചെയ്യണം, എത്രയാണ് അത് ഉപ്പ്, അത് മതിയോ പാകമാണോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. ഞാനിവിടെ ഉപ്പ് ചെക്ക് ചെയ്തിട്ടുണ്ട്, ഉപ്പ് കറക്റ്റാണ്. അപ്പം ഇതെങ്ങനെയാ വെച്ചാൽ ഇനി നമ്മളിത് മൂടി വെച്ച് വിസിലിട്ടിട്ട് മൂടി വെക്കണം. ഇത് വിസിലിട്ട് മൂടി വെക്കുകയാണ്. വിസിൽ വരുന്നതിന്റെ തൊട്ട് മുന്നേ, അതായത് ആ ഒരു ടൈം അത്ര വെന്താൽ മതി, കറക്റ്റ് വേവായിരിക്കും. അപ്പൊ നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നോക്കാം. ഇതിപ്പോ നമ്മുടെ വിസിൽ വരാനായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ സമയം ഓഫാക്കി വെക്കുക. എന്നിട്ട് ഇത് കുറച്ച് ടൈം കഴിഞ്ഞ് വിസിൽ പോയതിന് ശേഷം മാത്രം തുറക്കുക. അപ്പൊ നമ്മുടെ ഉപ്പുമാവ് അന്നേരം നമുക്ക് റെഡി ആയിട്ട് കിട്ടും. ഇത് വിസിലൊക്കെ പോയി സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറക്കാം. നമ്മുടെ ഉപ്പുമാവ് റെഡിയാണ്. കറക്റ്റ് വെള്ളമൊക്കെ വെച്ച് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിതിന് സെർവ് ചെയ്യാം. അപ്പൊ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അച്ചുകുട്ടനാണ്, അച്ചു ടേസ്റ്റ് ചെയ്യാൻ പോവാണ്.
അച്ഛന് ഇഷ്ടമായിട്ടുണ്ട്. ഞാനിത് ഫുള്ളായിട്ട് വിളമ്പാണ്. അപ്പം നമ്മളെ അടിപൊളി ഉപ്പുമാവ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്കും എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്